ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഷുക്സ് വേൾഡ് ചാനലാണ്. പിന്നെ നമ്മൾ താറാവിനെ വളർത്തുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചു, പലരും പല ഡൗട്ടുകളും ചോദിച്ചു. ഇപ്പോൾ ഇന്നലെ തന്നെ വേറൊരു ആൾ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി, കാരണം സങ്കടം വന്നു. ആ പുള്ളി ഒരു 50 താറാവിനെ വളർത്താം, പക്ഷെ തീറ്റ ചിലവ് കൂടുതലാണെന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ അറിയില്ല, മുട്ട കുറവാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യാണ്, നിങ്ങൾ അങ്ങനെ പോയിട്ട് അബദ്ധത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു താറാവിനെ വളർത്തുമ്പോൾ ഫസ്റ്റ് ഒരു ഡേ ഓൾഡ് കുഞ്ഞിനാണെങ്കിൽ സ്റ്റാർട്ടർ മേടിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് സാധാരണ. അത് കഴിഞ്ഞ് നമ്മളൊരു 1.5 മാസം കണ്ടിന്യൂ ചെയ്ത് ഗ്രോവർ മേടിക്കും. പിന്നെ കഴിഞ്ഞാൽ ഒരു 4.5 മാസം കഴിഞ്ഞാൽ പെല്ലറ്റ് കൊടുക്കും, മുട്ടത്തീറ്റ കൊടുക്കും. അങ്ങനെയാണ് വളർത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 10 താറാവ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു 8 ഫീമെയിലും 2 മെയിലുമാണ് നിങ്ങൾക്ക് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അത്തരത്തിലേ നിങ്ങൾ താറാവിന് ഇതാക്കാൻ പാടുള്ളൂ. അതായത് ഒരു 10 താറാവുള്ളതിന് 5 ഫീമെയിലും 5 മെയിലും അങ്ങനെയൊന്നും വേണ്ട ആവശ്യമില്ല. 2 മെയിലും 8 ഫീമെയിലും ഉണ്ടായാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ തീറ്റ ചിലവ് എന്ന് പറഞ്ഞാൽ ഒരു 35 രൂപയ്ക്ക് നിങ്ങളൊരു കിലോന് മുട്ടത്തീറ്റ സ്റ്റാർട്ടർ എന്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിന് ഒരു കിലോന് 35 രൂപയാണെങ്കിൽ 10 താറാവിന് നിങ്ങളൊരു 70 രൂപ 2 കിലോൻ്റെ തീറ്റ മേടിക്കണം. പക്ഷേ എത്ര തീറ്റ കൊടുത്തു കഴിഞ്ഞാലും താറാവിന് എന്ത് ആവില്ല, വയറ് ഫുള്ളാവില്ല. താറാവിൻ്റെ ഒരു പ്രകൃതി അങ്ങനെയാണ്. താറാവ് തിന്നുകൊണ്ടേ ഇരിക്കും, എത്ര തീറ്റ കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ നിങ്ങൾ തീറ്റ കൊടുക്കുമ്പോൾ രാവിലെയും കൊടുക്കുക, അതേപോലെ തന്നെ 2 മണിയുടെ മുന്നേയും മാക്സിമം കൊടുക്കാൻ നോക്കുക. എന്നാലാണ് മുട്ട ഉൽപ്പാദനം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആവുള്ളൂ താറാവിൻ്റെ കേസിൽ. ഇനി വേറൊരു കേസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ 10 താറാവുണ്ട്, അതിൽ 8 താറാവല്ലേ മുട്ട ഇടുള്ളൂ. അതിന് നിങ്ങൾക്കൊരു മുട്ടയ്ക്ക് 15 രൂപ കിട്ടുകയാണെങ്കിൽ 120 രൂപയാണ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുക. പുറത്ത് കൊടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ താറാവിന് തീറ്റ ചിലവ് 70 രൂപ. അപ്പോൾ അത് ഈ 120-ന് 70 കുറച്ച് കഴിഞ്ഞാൽ 50 രൂപയാണ് നിങ്ങളെ പ്രോഫിറ്റ് വരുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് പല ആൾക്കാർക്കും അറിയില്ല, ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ തീറ്റ എത്ര കൊടുത്തു കഴിഞ്ഞാലും മതിയാവില്ല. താറാവിന് നിങ്ങൾ മുട്ടക്കാണ് വളർത്തുന്നുണ്ടെങ്കിൽ മാക്സിമം 2 ഇയർ മാത്രമേ നിർത്താവൂ, അതിൽ കൂടുതൽ നിർത്തരുത്. ദയവ് ചെയ്ത് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട ഉൽപ്പാദന ശേഷമൊക്കെ കുറയും താറാവിന്. പിന്നെ ഓരോ ബാച്ചായിട്ട് നിങ്ങൾ നിൽക്കുക. ഡേ ഓൾഡ് 6 മാസം, 1 ഇയർ, പിന്നെ 1.5 വർഷം, 2 വർഷം, അങ്ങനെ ലെവലിൽ കാറ്റഗറിയിൽ നിങ്ങൾ കൊണ്ടുവരും താറാവിനെ കേട്ടോ. മറ്റേ കോഴി വളർത്തുന്ന പോലെ ഇതിനെ നല്ല തീറ്റ കൊടുക്കേണ്ടി വരും. വിഗോവാണെങ്കിലും കുട്ടനാടൻ താറാവാണെങ്കിൽ പോലും. അപ്പോൾ ഈ വക കാര്യങ്ങൾ നിങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിക്കണം, ഗൗരവമായി കാണണം. ഇല്ലെങ്കിൽ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് പൈസ പോകും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.